വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളും മരുമക്കളും ഉള്ള അച്ഛനമ്മമാരാണെങ്കിലും, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന അച്ഛനമ്മമാരുള്ള മക്കളാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ അനുവാദത്തോടു കൂടിയോ അല്ലാതെയോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഏതാണെങ്കിലും ശരി, അത് അവരുടെ അനുവാദത്തോടു കൂടിയോ അല്ലാതെയോ ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ വേറൊരാൾക്ക് ദാനമായിട്ട് കൊടുക്കുകയോ ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകർക്കാൻ അതിന് ശേഷിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കണം. കാരണം ഈ വീഡിയോയ്ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഹാർഡ് ഡിസ്ക് ഫ്രോഡിംഗ് എന്ന് പറയുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഗിരീഷ് പി. ഇത് നമ്മൾ CCTVക്കൊക്കെ ഉപയോഗിക്കാറുള്ള DVR ആണ്. ഈ DVRനകത്തും നമ്മൾ പറയാറുള്ള ഹാർഡ് ഡിസ്ക് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന അതേ ഹാർഡ് ഡിസ്ക് തന്നെയാണ് ഈ DVR അല്ലെങ്കിൽ CCTVയുടെ NVRനകത്ത് സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. നമ്മളതൊന്ന് ഊരിയെടുക്കാൻ നോക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇത് 1 TB WD-യുടെ പർപ്പിൾ സീരീസ് ഹാർഡ് ഡിസ്ക് ആണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഹാർഡ് ഡിസ്കുകൾ കമ്പ്യൂട്ടറിനകത്തും NVRനകത്തും അതുപോലെ CCTVയുടെ തന്നെ DVRനകത്തും ഒക്കെ വെക്കുന്ന ഹാർഡ് ഡിസ്കുകൾ സാധാരണ ഡാമേജ് ആകുമ്പോൾ നമ്മളിത് റീപ്ലേസ് ചെയ്ത് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്കുകൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇപ്പോൾ ഒരു സർവീസ് സെൻ്ററിലാണെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്കുകൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരുപാടാകുമ്പോഴത്തേന് ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രാപ്പ് എടുക്കുന്ന ആൾക്കാർ വന്നിട്ട് മൊത്തമായിട്ട് ഒരു വില പറഞ്ഞിട്ട് ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകും. സാധാരണ വീടുകളിലും ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ എന്താണ് നടക്കാറുള്ളത്? അവിടെ ഇതുപോലെ തന്നെ സ്ക്രാപ്പുകാർ അല്ലെങ്കിൽ ആക്രിക്കാർ വന്നിട്ട് ഇതുപോലത്തെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇവരിത് റീസെയിൽ ചെയ്യുകയാണ്. വൻകിട കമ്പനിക്ക് ഇത് റീസെയിൽ ചെയ്യുകയാണ്. ഈ വൻകിട കമ്പനികൾ എന്ത് ചെയ്യും? ഈ സാധനം വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് അടിച്ചു പോയിട്ടുള്ള, അതായത് ഡാമേജ് ആയിട്ടുള്ള സർക്യൂട്ട് ബോർഡുകൾ അല്ലെങ്കിൽ ഈ സർക്യൂട്ട് ബോർഡിലെ തന്നെയുള്ള IC ചിപ്പുകൾ മാറ്റി വെച്ചിട്ട് ഈ ഹാർഡ് ഡിസ്ക് സർവീസ് ചെയ്തിട്ട് ഇതിൻ്റെ ലേബൽ അടക്കം മാറ്റി, അതായത് ഈ ലേബൽ മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ള ലേബൽ ഒട്ടിച്ച് തിരിച്ച് ഇത് പുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ പുതിയതായിട്ടുള്ള ഹാർഡ് ഡിസ്കിന്റെ എല്ലാ മാനദണ്ഡങ്ങളോടും കൂടിയാണ് ഈ സാധനം ഇറക്കുന്നത്. റേറ്റിൽ, അതായത് വിപണനത്തിന്റെ ഫീൽഡിൽ, അതായത് GST, VAT അതുപോലുള്ള ടാക്സുകളെല്ലാം ഈ സെക്കൻഡ് ഹാൻഡ് ഹാർഡ് ഡിസ്കിൽ ചേർത്തുകൊണ്ടാണ് ഇത് പുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ട് കസ്റ്റമറെ കളിപ്പിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത, അതായത് ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിരുന്ന മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് തെളിവ് സഹിതമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത്. ഈ പാർട്ടിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിന്റെ കമ്പോണന്റുകൾ സർവീസ് ചെയ്തിട്ട് ഒരു ഹാർഡ് ഡിസ്ക് റെഡിയാക്കിയിട്ട് ഇറക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹാർഡ് ഡിസ്ക് നേരത്തെ ആരാണോ ഉപയോഗിച്ചിരുന്നത്, ഫസ്റ്റ് പാർട്ടി ആരായിരുന്നോ അയാളുടെ ഡേറ്റ ഈ തേർഡ് പാർട്ടി കമ്പനികളുടെ കയ്യിൽ കിട്ടുകയാണ്. അതായത് ഇപ്പൊ ഇത് ഡാമേജ് ആയിട്ട് പോയ ഒരു ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ സ്ക്രാപ്പുകാരുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് സർവീസ് ചെയ്തെടുക്കുമ്പോൾ
അതായത് ഇതിന്റെ കമ്പോണന്റ് മാറ്റി, അതായത് ഈ മദർ ബോർഡിനകത്തെ ഡാമേജ്ഡ് ആയിട്ടുള്ള കമ്പോണന്റ് റീപ്ലേസ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്ത് സർവീസ് ചെയ്ത് എടുക്കുമ്പോൾ സിസ്റ്റത്തിൽ കൊണ്ട് കുത്തി ഓൺ ആണെന്ന് പറഞ്ഞ് സിസ്റ്റത്തിൽ കൊണ്ട് കുത്തി ഇത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച ഫസ്റ്റ് പാർട്ടി ആരായിരുന്നു, അവരുടെ കംപ്ലീറ്റ് ഡേറ്റ ഈ തേർഡ് പാർട്ടി കമ്പനികളുടെ കയ്യിൽ കിട്ടുകയാണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഇത് എങ്കിൽ ഇത് ആക്രിക്കാരെടുത്തുകൊണ്ട് പോകുന്നു, അവർ തേർഡ് പാർട്ടി കമ്പനിക്ക് കൊടുക്കുന്നു, ആ കമ്പനിക്കാർ ഇത് സർവീസ് ചെയ്യുന്നു. സർവീസ് ചെയ്തിട്ട് അവരുടെ ലേബൽ ഒട്ടിച്ചിട്ടാണ് ഈ സാധനം മാർക്കറ്റിൽ പിന്നീട് വേറെ ലേബലിലാണ് ഇറക്കുന്നത്. അപ്പോൾ ആ സാധനം ആ ഹാർഡ് ഡിസ്ക് സർവീസ് ചെയ്തിട്ട് ഇറക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് പാർട്ടി, ഇത് ഏത് ആളാണോ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് അയാളുടെ കംപ്ലീറ്റ് ഡേറ്റയും ഈ തേർഡ് പാർട്ടി കമ്പനികളുടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി കമ്പനികൾ സർവീസ് ചെയ്യാൻ ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ടോട്ടലി അപകടമായ അവസ്ഥ. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ഇതിനകത്ത് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ ഇതിനകത്ത് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ സമയത്ത് ഷൂട്ട് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള ഡേറ്റാസ് എല്ലാം ഇതിനകത്ത് കാണാം. അത് ഒരു തേർഡ് പാർട്ടി കമ്പനിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആളുടെ കയ്യിൽ എത്തിപ്പെടുകയാണ് അന്നേരം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മെമ്മറി ഡിവൈസിനെ ഒരിക്കലും തമാശ രീതിയിൽ കാണാൻ പാടില്ല. ഒരാൾക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങൾ വെറുതെ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നിങ്ങൾ വിൽക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ആക്രിക്കാർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ തന്നെ, അതായത് വീട്ടിലിരിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അത് ഡാമേജ് ആണെന്ന് കരുതിയ സാധനം തന്നെ നിങ്ങൾ ഒരു ആക്രിക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഹാർഡ് ഡിസ്ക് അതിനകത്തുനിന്ന് ഊരിയെടുത്ത് നിങ്ങളൊന്നെങ്കിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കണം, അതല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ തന്നെ ഫിസിക്കലി ഡാമേജ് വരുത്തണം. ഇതിനെ ഇടിച്ച് ചതച്ച് നാമാവശേഷമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡേറ്റ വെളിയിൽ പോകാതെ ഇരിക്കത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു അത്യാവശ്യ ഘടകമാണ്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ തെളിവ് സഹിതം പറഞ്ഞ ഒരു കാര്യമാണ്, ഇത്തരത്തിൽ അടിച്ചുപോയി എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്കുകൾ സ്ക്രാപ്പുകാർ എടുത്തുകൊണ്ട് പോകുന്നു, അവരുടെ കയ്യിൽ നിന്ന് തേർഡ് പാർട്ടി കമ്പനീസ് നല്ലൊരു ശതമാനം വിലക്കെടുക്കുന്നു. ആ വിലക്കെടുത്ത ഹാർഡ് ഡിസ്ക് അവർ സർവീസ് ചെയ്തിട്ട് ഇതിന്റെ ഫ്രണ്ടിലെ ലേബൽ മാത്രം മാറ്റിയിട്ട് വീണ്ടും വിപണിയിൽ എത്തിക്കുന്നു. ആ വിപണിയിൽ എത്തിച്ച സാധനമാണ് ഇന്ന് കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിങ് വരുന്ന ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ അടിച്ചുപോയി എന്ന് പറഞ്ഞ സാധനമാണ് അവിടെ റെഡി ആയിട്ട് വരുന്നതെന്നുള്ളത് ഞാൻ തെളിവ് സഹിതം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ തെളിവ് സഹിതം കാണിച്ചു തന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതായത് ഫസ്റ്റ് പാർട്ടി ആരാണോ ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചത് അയാളുടെ കംപ്ലീറ്റ് ഡേറ്റയും ഇത് സർവീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ തേർഡ് പാർട്ടി കമ്പനിക്കാർ എടുത്തുകൊണ്ട് പോയിട്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ എത്തിപ്പെടുകയാണ്. ഇതാരാണോ സർവീസ് ചെയ്യുന്ന പേഴ്സൺ അയാളുടെ കയ്യിൽ നിങ്ങളുടെ ഡേറ്റ, നിങ്ങളുടെ വളരെ വിലപിടിപ്പുള്ള, നിങ്ങൾ വളരെ വിലമതിക്കുന്ന, നിങ്ങളുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള ബിസിനസ് രഹസ്യങ്ങൾ അടക്കമുള്ള ഡേറ്റ അയാളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഈ അപകടമായ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണം. ഐ റിപ്പീറ്റ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സ്ക്രാപ്പുകാർക്ക് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായ സംഗതി ആയ ഈ ഇത്തരം കമ്പ്യൂട്ടറുകൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിലോ
അതിനകത്തുനിന്ന് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന പരിപാടി അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഊരിയെടുത്ത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അഥവാ ആ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഊരിയെടുത്ത് അടിച്ച് തകർത്ത് പൊട്ടിച്ച്, അതായത് ഫിസിക്കലി ഇതിന് ഡാമേജ് വരുത്തിയതിന് ശേഷമേ നിങ്ങളത് കളയാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ, ബിസിനസ് രഹസ്യങ്ങളാവട്ടെ, സ്വകാര്യ നിമിഷങ്ങളിലെടുത്ത ഫോട്ടോ, വീഡിയോസ്, മറ്റെന്തും ആവട്ടെ, അത് ലീക്ക് ഔട്ട് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് WD-യുടെ 1TB പർപ്പിൾ സീരീസ് ഹാർഡ് ഡിസ്ക് ആണ് എങ്കിൽ ഇത് WD-യുടെ തന്നെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് ആണ്. ഇതും സെയിം കണ്ടീഷൻ തന്നെയാണ്. ഇതും ഡാമേജ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്ക്രാപ്പുകാർക്ക് അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കും. അവരെടുത്ത് തേർഡ് പാർട്ടി കമ്പനിക്കാർക്ക് കൊടുക്കും. അവരത് സർവീസ് ചെയ്തെടുക്കും. അപ്പോഴും ഫസ്റ്റ് പാർട്ടി ഉപയോഗിച്ച ഡേറ്റ ഈ തേർഡ് പാർട്ടി കമ്പനിക്കാരൻ്റെ കയ്യിലെത്തുകയാണ്. മനസ്സിലായി? ഇവിടെയും ഈ ഒരു പാർട്ടാണ് ഇവർ റെഡിയാക്കി എടുക്കുന്നത് മെയിനായിട്ടും. ഈ നീല കളറിൽ ഇരിക്കുന്ന നീലയല്ല, പച്ച കളറിൽ ഇരിക്കുന്ന ഈ മെയിൻ ബോർഡ് സർവീസ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഈ സാധനം റെഡിയാവും. അന്നേരം എന്ത് ചെയ്യും? നിങ്ങളുടെ ഡേറ്റ കംപ്ലീറ്റും, ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റ കംപ്ലീറ്റും ഈ സർവീസ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ എത്തിപ്പെടുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹാർഡ് ഡിസ്കുകളുടെ എല്ലാം പച്ച കളറിലുള്ള ഈ ബോർഡ് ഡാമേജ് ആയാലും നിങ്ങളുടെ ഡേറ്റ ഡാമേജ് ആവുന്നില്ല. കാരണം ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇത്തരം മദർ ബോർഡുകളിലല്ല, ഹാർഡ് ഡിസ്കിന്റെ, SSDയുടെ അല്ല, ഹാർഡ് ഡിസ്കിന്റെ. ഇതിൻ്റെ അകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടായ ഒരു മോട്ടോറും അതിൻ്റെ ആ മോട്ടറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഡിസ്കുമുണ്ട്. ആ ഡിസ്കിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ ഡിസ്കിൽ നിന്ന് ഒരു ഹെഡ് മുഖേന ഈ ഡേറ്റ റീഡ് ചെയ്ത് എടുക്കുകയാണ് സാധാരണ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ള മോട്ടറിനും അതിൻ്റെ ഡിസ്കിനും ഡാമേജ് വരാതെ ഒരിക്കലും ഇതിൻ്റെ ഡേറ്റ ലോസ് ഉണ്ടാകത്തില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ ഈ ഡിസ്കിന് ഡാമേജ് വരാതെ ഇതിന് ഡേറ്റ സാധാരണ ഡാമേജ് ആവത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഒരു ഡിസ്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് അത് ഓൺ ആയില്ലെങ്കിലും നിങ്ങളുടെ ഡേറ്റ നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. ഡേറ്റ ഇതിനകത്ത് സുരക്ഷിതമായിട്ടുണ്ട്. നമുക്കിത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നേ ഉള്ളൂ. ഈ ബോർഡ് എപ്പോഴാണോ സർവീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ മോട്ടോർ അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ് എപ്പോഴാണോ സർവീസ് ചെയ്യാൻ പറ്റുന്നത്, ആ നിമിഷം ഈ ഡേറ്റ റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ആയി പോയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമാറ്റ് ആയി പോയിട്ടുള്ള ഡേറ്റയെ പറ്റി അല്ല ഞാൻ ഈ പറയുന്നത്. നോർമലി ഉള്ള കണ്ടീഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം മനസ്സിലാക്കുക, കമ്പ്യൂട്ടർ നിങ്ങൾ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രാപ്പിന് കളയുമ്പോഴോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുമ്പോഴോ ഒരു കാര്യം ഓർക്കുക. അതിനകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാർഡ് ഡിസ്ക്. ആ ഹാർഡ് ഡിസ്ക് ഊരി നിങ്ങൾ പേഴ്സണലായിട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് ഊരി നിങ്ങൾ ഫിസിക്കലി ഇതിനെ നശിപ്പിച്ചതിന് ശേഷം നിങ്ങൾ സ്ക്രാപ്പുകാർക്ക് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിലപിടിപ്പുള്ള ഡേറ്റാസ് വെളിയിൽ ലീക്ക് ഔട്ട് ആവുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളും മരുമക്കളും ഉള്ള അച്ഛനമ്മമാരാണെങ്കിലും, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന അച്ഛനമ്മമാരുള്ള മക്കളാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ അനുവാദത്തോടു കൂടിയോ അല്ലാതെയോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഏതാണെങ്കിലും ശരി, അത് അവരുടെ അനുവാദത്തോടു കൂടിയോ അല്ലാതെയോ ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ വേറൊരാൾക്ക് ദാനമായിട്ട് കൊടുക്കുകയോ ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകർക്കാൻ അതിന് ശേഷിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങളിപ്പോൾ കാണുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ ഉൾവശമാണ്. ഉൾവശത്ത് റൗണ്ടിൽ കാണുന്ന പാർട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്കിനകത്താണ് നമ്മുടെ എല്ലാ ഡേറ്റായും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഒരു ഹാർഡ് ഡിസ്ക് ഡാമേജ് ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിസ്ക് ഡാമേജ് ആവുന്നു എന്ന് തന്നെയല്ല. ഡിസ്കിനോ ഡിസ്കിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡേറ്റയ്ക്കോ യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാവുന്നതല്ല സാധാരണ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഡേറ്റ യഥാർത്ഥത്തിൽ അടിച്ചു പോകുന്നില്ല എന്ന് തന്നെയാണ്. അതായത് അടിച്ചു പോയി എന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് സുരക്ഷിതമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ ലോസ് മുന്നിൽ കണ്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് സെർച്ച് എൻജിൻ ദാതാക്കളായ ഗൂഗിൾ എന്താണ് അവരുടെ സെർവറിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് അവരുടെ വീഡിയോയിലൂടെ കാണാം. അവരുടെ സെർവറിൻ്റെ ഡേറ്റ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ്. Google builds and maintains one of the world's foremost networks of data centers. Their design and engineering approaches have created a large and highly scalable data center network. Over the next few minutes, we're going to get an exclusive inside look at how Google works to secure and protect the data that is stored in their data centers. Inside of a Google data center, there are thousands upon thousands of machines carrying out the business of Google and its customers. The machines are custom built by Google to their own specifications. Google builds thousands of servers every year, but all of them are built exclusively to run in these data centers. Only the necessary operating system services and hardware are installed. This helps provide a computing environment that is much less prone to vulnerabilities. Access to Google data centers is tightly controlled. It's in Google's policy not to allow public tours or site visits. Security personnel are on duty 24 hours a day, 7 days a week. Google data centers are watched by a comprehensive set of video monitoring cameras. Once granted access to the facility, authorized personnel must check in at a reception area. Google takes great measures to protect its customers' data, and the security and protection of that data is paramount. Google's customer data is stored in multiple locations to help ensure reliability. The files that store the data are given random file names and are not stored in clear text, so they're not humanly readable. For each hard drive that is received in one of our data centers, Google rigorously tracks its location and status. When a hard drive fails or begins to exhibit performance problems, it's brought to this area, where it's reformatted and retested. If the hard drive does not pass these tests, it's removed from the rotation. The data on the hard drive is then overwritten to help ensure that no customer data remains on it. The data override is then verified with a complete disk read. This process helps ensure that there's no trace of customer data remaining on the hard drive. For hard drives that have reached the end of their life, Google has a destruction process that is designed to further ensure that none of the data on that drive can ever be accessed. The drives are destroyed in a multi-step process. One device that is used to destroy old hard drives is known as the crusher and is shown here. A steel piston is pushed through the center of the drive and the platters are deformed, making them unreadable. Another step in the process is the drive shredder, shown here. As you can see, no one will be likely to get any of Google's customers' data from these drives. After the crushing process, the remains are sent to recycling centers. Google maintains an extra backup of the data in the data center that is stored on these tapes, shown here. This provides a level of redundancy to help safeguard its customers' data. Google data centers are connected to the internet via high-speed fiber optic cable. In each data center, there are multiple redundant connections to protect against the possibility of a failure from a single connection. In addition to operating data centers designed for security and data protection, Google data centers are designed for sustainability and energy efficiency. This is central to Google's commitment to being a carbon-neutral company. In 2009, Google announced that its data centers currently met energy efficiency levels that the U.S. Environmental Protection Agency projected only the most state-of-the-art data centers would possibly meet by the year 2011.